ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്ര എളുപ്പമാണോ അത് ഉണ്ടാക്കാൻ, ഇത്ര ഈസി എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അതാ കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 50 രൂപേൻ്റെ പീസ് ഒരു കട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിലേറായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ഉണ്ടാക്കിയെടുക്കണേ കേട്ടോ. 3 4 ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാളിറ്റി മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. കുറഞ്ഞ ഐറ്റംസ് മാത്രമേ കാണിക്കണുള്ളൂ. ഒരു 3 പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതുണ്ടല്ലോ ഇതേമാതിരിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതേമാതിരി ചെറിയ ചെറിയ പീസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ വലുതാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലാസ്സാണ്. 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്നുള്ളത് കാണിക്കാം. പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ക്രഷ് എടുത്തിട്ടല്ലേ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകും. അപ്പോൾ നമ്മൾ കുറേശ്ശെ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ കുറേശ്ശെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പല ഐറ്റംസ് ഉണ്ടല്ലോ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ അത് നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. അതേമാതിരത്തെ ഇത് ഏത് കേക്കും കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. കുറഞ്ഞ റേറ്റേ ഉള്ളൂ. 15 രൂപ, 10 രൂപ, 20 രൂപ ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 രൂപേൻ്റെ 20 രൂപേൻ്റെയൊക്കെ മതി. ചെറിയ കവറ് മതി കേട്ടോ പൈപ്പിംഗ് ബാഗ്. അപ്പോൾ അതായത് ഉണ്ടല്ലോ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രഷ് എടുത്ത് വെച്ചില്ലേ, അതിൽ നിന്നൊരു 2.5 ടീസ്പൂണോ അല്ലെങ്കിൽ ടേബിൾ സ്പൂണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ടീസ്പൂണോ അല്ല ടേബിൾ സ്പൂണോ അല്ല കേട്ടോ. അതിലേറെ കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂണിലേറെ കുറച്ച് വലുതാണ്. അപ്പോൾ ഒരു 2.5 ഇട്ടിട്ടുണ്ട് കേട്ടോ. 2.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് എൻ്റെ ഈ പൈപ്പ് ബാഗിൻ്റെ അത്രയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ വലുപ്പത്തിൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് മെൽറ്റാക്കി എടുത്തതിന് ശേഷം. അപ്പോൾ അതിനൊരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറഞ്ഞൊരു ഒരു കാഭാഗത്തോളം മതി. ഓവർ വേണ്ട കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് 3 ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ 3 നല്ല സെറ്റായത് കേട്ടോ. ഒന്ന് ക്രീം കുറവായിരുന്നു. കവറിന് കുറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിയായി വന്നില്ല. അപ്പോൾ ആ 3 ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് എൻ്റെ കുറച്ചൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലോണം ഇങ്ങനെ മുക്കിയെടുക്കുക. കുറേശ്ശായിട്ട് ഇങ്ങനെ മുക്കിയെടുക്കട്ടെ. ഉള്ളിലേക്ക് ഒട്ടും വെള്ളം കയറരുത്. അങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്പൂണോ അതേമാതിരിക്കല്ലേ ഇങ്ങനത്തെ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വെല്ലൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നേരത്തെ ഇതാക്കി കൊടുക്കുമ്പോണ്ടല്ലോ അടിക്കൊക്കെ കോണായില്ലേ നിൽക്കുന്നത്. അപ്പോൾ അടിയിലൊക്കെ നല്ല സെറ്റായി വരും. അപ്പോൾ അത് ലെവലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇത്രയും പൈപ്പും ബാഗ് ഉണ്ടല്ലോ അത്രയും വലിപ്പം വേണ്ട. നമ്മൾ കുറച്ച് ഇത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക. മേൽഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിതുണ്ടല്ലോ ഒന്ന് നിവർത്തിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഉറച്ച് പോവും. 2 കൈ വെച്ചിട്ടുണ്ടല്ലോ ഇതേമാതിരി ഒന്ന് നിവർത്തിയെടുക്കുക കേട്ടോ. ഒരു ഹോൾസ് ആവാൻ വേണ്ടി നമ്മളിതിൽ ഐസ്ക്രീമൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കണം. പെട്ടെന്ന് ഉറച്ച് പോകും കേട്ടോ. അപ്പോൾ അത് അതേമാതിരി കൈ വെച്ചിട്ട് ഒന്നൊരു കോണാക്കിയാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കുക കേട്ടോ. 2 കയ്യിൽ വെച്ചിട്ട് ഇതേമാതിരിക്കൊന്ന് കോണാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൻ്റെ മറുപടി എങ്ങനെ ചെയ്യണമെന്നില്ല കാണുന്നില്ലല്ലേ. ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വേറെടുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒരു ഹോൾസായി കൊടുത്താൽ ഇതിൽ തന്നെ സെറ്റായോ നല്ല ഉറച്ച് നിന്നോളൂ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ട് അതുപോലെ ഏതായാലും വെക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ. അപ്പോൾ അതേമാതിരി വെറൈറ്റി ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഐസാണെങ്കിലും ഐസിൻ്റെ അതിൻ്റെ അച്ചൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഐസൊക്കെ മാംഗോ വെച്ചിട്ടൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അല്ലേ. അപ്പോൾ അത് അതേമാതിരിക്കൊന്ന് വേർതിരിച്ചെടുക്കുക. അതേമാതിരി നല്ല ഹോൾസ് ഉണ്ടാവും ഇട്ടെടുക്കുക കേട്ടോ. ഒന്നും ഒട്ടി പിടിക്കാതെ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിൽ തന്നെ വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെക്കുക കേട്ടോ. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. പുറത്ത് വെച്ചാൽ തന്നെ നല്ലോണം സെറ്റാവും. എന്നാലും നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് നല്ലോണം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ നല്ല ഹോൾസായി നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ള നല്ല ഹോൾസാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീമും ഇതൊക്കെ സെറ്റാക്കി എടുക്കും. അപ്പോൾ
നമ്മളെ കവറൊക്കെ ഉണ്ടാക്കി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം വല്ലാതെ മാംഗോ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമല്ലോ, വാനില ഐസ്ക്രീമൊക്കെ അതേമാതിരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോന്നി ഇതാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് ക്രീം വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് അത്രക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചൊക്കെ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ക്രഷ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വാനില എസൻസും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേമാതിരി തന്നെ വിപ്പിംഗ് ക്രീമും ഒക്കെ പിന്നെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല പതിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക. ഇനി ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഒഴിവാക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവറിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ സാധാ ഐസ്ക്രീമിൻ്റെ പിന്നെ മാതിരി ഐസ്ക്രീമോ മാംഗോ ഐസ്ക്രീമോ ഒക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടെടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അതായിരിക്കും ഒരു ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. വിപ്പിംഗ് ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ, അല്ലാത്തവർക്ക് നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചെടുത്താലും മതി. ഞാൻ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വിപ്പിംഗ് ക്രീം എടുത്തതാണ്. അപ്പോൾ അതാ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ആക്കി കൊടുക്കുക. കവർ ഉരിനേഷം ആക്കി കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കവറിൽ തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കുറച്ച്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഡാർക്ക് ചോക്ലേറ്റും നമ്മളെ ചെറീസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേയൊന്നും കഴിക്കാൻ കഴിയില്ല, വിപ്പിംഗ് ക്രീം ഇതൊക്കെ അല്ലേ. അപ്പോൾ ഓരോന്നും ഒരു ഹാഫൊക്കെ തന്നെ കഴിക്കാൻ കഴിയുള്ളൂ കേട്ടോ. നമ്മൾ മാംഗോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ട്, വെക്കേഷനൊക്കെ അല്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ചെറീസും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതുണ്ടല്ലോ ഫ്രീസറിൽ ഒന്നുകൂടെ വെച്ചെടുത്ത് കുറച്ച് സമയം ഇവിടെ വെച്ചെടുത്തതിന് ശേഷം നമ്മളിത് കവറൊന്ന് നല്ല അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊന്നുമില്ലേ കാണിക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, കഴിക്കാൻ അടിപൊളി തന്നെയാണ്. അപ്പോൾ അതായി കവറുണ്ടല്ലോ നമ്മൾ കത്രിക വെച്ചിട്ട് ഒരു സൈഡൊന്ന് ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെല്ലം ഒന്ന് കീച്ചെടുക്കുക കേട്ടോ. ഒന്ന് ഓവർ ബലം കൊടുക്കാതെ വെല്ലം ഒന്ന് കീച്ചെടുക്കുക. ഓവർ ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കപ്പ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോരും കേട്ടോ. അത്രയ്ക്ക് ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചെടുത്തിട്ട് അങ്ങനെ ഒരു കവറാക്കി എടുത്തിട്ടല്ലേ, അപ്പോൾ അതിന് മാത്രം ഉറപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെല്ലം ഒന്നൊരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെല്ലം ഒന്ന് കീച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതേമാതിരി അടിപൊളിയാണ്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ലേ, കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പോൾ അവൾക്കൊന്നും വെക്കേഷനിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ടു. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വളരെ ഈസിയാണ്. കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറൊക്കെ നല്ല കീച്ചെടുത്തിട്ടുണ്ട്. വെല്ല ഇങ്ങനെ താഴേക്ക് വലിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വിപ്പിംഗ് ക്രീമാണെന്നുള്ളൂ കേട്ടോ. നമ്മൾ ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാൻ, ചോക്ലേറ്റ് നമ്മൾ ഐസിൻ്റെ ഒക്കെ മാതിരിക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം ഒഴിച്ചിട്ട് വേണം അതിൻ്റെ കീസ് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ അയച്ചെടുക്കാമെന്ന് പറഞ്ഞു, തെറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ വോയിസ് കേട്ടപ്പോഴാണ് പിന്നെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ